ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാട്ടർ മജീഷ്യന്റെ സീസൺ 1 എപ്പിസോഡ് 2 ആണ്. റിയു കാണുന്ന കാഴ്ച ഒരു ഒടിഞ്ഞു കിടക്കുന്ന കപ്പലും അതിന്റെ സമീപത്തായിട്ട് ഒരാളെയും കാണുന്നു. പക്ഷെ അയാൾക്ക് ജീവനില്ല. പിന്നെ റിയു കുറച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ വേറൊരാളും ഉണ്ട്. പാതി ജീവനായിട്ടാണ് അയാൾ കിടക്കുന്നത്. അപ്പോൾ ഒരാളെങ്കിലും ജീവനോടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് റിയു അവനെ സേവ് ചെയ്യും. ഇവർ അപകടം പറ്റിയത് ഒരു ഒക്ടോപ്പസ് പോലുള്ള മോൺസ്റ്റർ ആണ് ഇവരെ അറ്റാക്ക് ചെയ്തത്. മാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഏതോ ഒരു വീട്ടിൽ അവനെ രക്ഷിച്ചിട്ടുണ്ട് ആരോ. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വാളും അതിന്റെ സമീപത്തായിട്ട് കുറച്ച് ബുക്സും കാണുകയാണ്. എന്നിട്ട് ആരാണ് എന്നെ സംരക്ഷിച്ചതെന്ന് ഓർത്തിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവൻ കാണുന്നത് അതിന്റെ സമീപത്തായിട്ട് കുറെ പൂക്കളും ഒക്കെ ഉണ്ട്. എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് നല്ല മനോഹരമായ വീടാണല്ലോ, ആരുടെ വീടാണിത്? എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അവൻ മനസ്സിൽ ചിന്തിക്കും, ഇയാൾ ഇട്ടേക്കുന്ന വസ്ത്രം എന്താണ്? ഇയാൾക്ക് വസ്ത്രം പോലെ വാങ്ങാനുള്ള ക്യാഷ് ഇല്ലേ? എന്നിട്ട് അവൻ റിയുവിനോട് പറയും, താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് ഏബൽ എന്നാണ്. അപ്പം റിയു പറയും, എൻ്റെ പേരാണ് റിയു, ഞാനാണ് നിന്നെ രക്ഷിച്ചത്. അപ്പോൾ അവൻ നന്ദി പറയുന്നുമുണ്ട്. എന്നിട്ട് റിയു പറയും, നിന്റെ കൂടെ വന്ന ആരെയും എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, അവരെല്ലാവരും ഓൾറെഡി മരിച്ചു പോയിരുന്നു. അപ്പോൾ അവൻ പറയും, സാരമില്ല. റിയുവിനോട് ഏബൽ പറയും, എനിക്ക് അപ്പുറത്തെ ഏരിയയിലോട്ട് പോകണം. അപ്പോൾ റിയു പറയും, പൊയ്ക്കോ. എന്നിട്ട് ഈ ഏബൽ പറയും, നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയുമോ? കാരണം അവിടെ നിരവധി മോൺസ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് നിന്റെ ഹെൽപ്പും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ റിയു സമ്മതിക്കും. എന്നിട്ട് പിന്നെ റിയു രാത്രിയിൽ ഫെയറി കിങ് ആയിട്ട് ഫൈറ്റിന് പോവുകയാണ്. എന്നിട്ട് ഫെയറി കിങ്ങിനോട് റിയു പറയും, നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു മാച്ച് വെക്കാൻ, കാരണം ഞാൻ ഈ ഏരിയയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഫെയറി കിങ് തന്നെ സമ്മതിക്കും. എന്നിട്ട് ഫെയറി കിങ് റിയു ആയിട്ട് ഒരു നല്ല മാച്ച് പോവും. പക്ഷെ ഫെയറി കിങ് റിയുവിനെ തോൽപ്പിക്കും. എന്നിട്ട് റിയു ഇത്രയും നാളെ സഹായിച്ചതിന് നന്ദി പറയും. അപ്പോൾ ഫെയറി കിങ് റിയുവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതൊരു ന്യൂ ഡ്രസ്സാണ്. അത് നല്ല രീതിയിൽ റിയുവിന് ഇഷ്ടപ്പെടും. എന്നിട്ട് റിയു പറയും, നന്ദി ഫെയറി കിങ്. ഏബലും കൂടെ അവരുടെ യാത്ര തുടങ്ങും. ആദ്യം ഇവർക്ക് നേരിടേണ്ടി വരുന്ന മോൺസ്റ്റർ ആണ്, ഒരു ലിസാർഡ് ടൈപ്പ് മോൺസ്റ്റർ ആണ്. മോൺസ്റ്റർ അവർ വിചാരിക്കുക അവരെ ആ മോൺസ്റ്റർ കണ്ടില്ലെന്ന്. പക്ഷെ ആ മോൺസ്റ്റർ അവരെ ഫോളോ ചെയ്യും. അപ്പൊ റിയു പറയും, സൂക്ഷിക്കുക, മോൺസ്റ്റർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര മോൺസ്റ്റർ ഉണ്ടെന്ന് അവൻ ചോദിക്കും. അപ്പോൾ പറയും, ഇഷ്ടം പോലെ മോൺസ്റ്റേഴ്സാണ് വരുന്നതെന്ന്. അപ്പോൾ അവൻ ചോദിക്കും, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഒറ്റയടിക്ക് നശിപ്പിക്കും? അവൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് റിയു അവൻ്റെ ഐസ് മാജിക് യൂസ് ചെയ്തിട്ട് അതിന് നിഷ്പ്രയാസം അവിടെ വന്ന 4 മോൺസ്റ്റേഴ്സിനെ ഒറ്റയടിക്ക് കൊന്നു കളയും. എന്നിട്ട് ബാക്കി പിന്നെയും മോൺസ്റ്റേഴ്സ് വരും. അപ്പോൾ അതിനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൊല്ലുകയാണ്. സൈഡ് മോൺസ്റ്റേഴ്സിനെ എല്ലാം കൊന്നിട്ട് പിന്നെ അവരെ യാത്ര തുടരും. അപ്പോൾ അവർ പതിയെ നടക്കുമ്പോൾ എന്തോ ഒരു അപകടം വരുന്ന കൂട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു റോക്ക് പോലത്തെ ഒരു മോൺസ്റ്റർ വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അവർ കാണും. അപ്പോൾ ഇത് ഏത് ടൈപ്പ് മോൺസ്റ്റർ ആണ്? അപ്പോൾ റിയു പറയും, അതൊരു ഗോളമാണ്. അത് ഗോളം എന്ന് വെച്ചാൽ റോക്സ് എല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം മോൺസ്റ്റർ ആണ് ഈ ഗോളം. അപ്പോൾ ഏബലാണെങ്കിൽ അവന്റെ മാജിക് യൂസ് ചെയ്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അത് പിന്നെ റീജനറേറ്റ് ആവുകയാണ്. അപ്പോൾ ഏബൽ പറയും, ഇതിനെങ്ങനെ നമ്മൾ കൊല്ലും? അപ്പോൾ റിയു പറയും, എൻ്റെ ഐസ് മാജിക് കൊണ്ട് എന്നെ കൊല്ലാൻ പറ്റും. അപ്പോൾ റിയു അതിൻ്റെ 10 ലെയർ ഐസ് മാജിക് യൂസ് ചെയ്യും. അപ്പോൾ ആ ഗോളം അവിടെ തന്നെ നശിച്ചു പോകും. ഒരു ഗോളത്തെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അവിടെ ഒരു യെല്ലോ കളറിലെ ഒരു സ്റ്റോൺ റിയു കാണും. എന്നിട്ട് നമ്മളെ ആ പുറകു ഭാഗം ഒന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റിയു അവിടുത്തെ ഇഷ്ടം പോലെ ഗോളം ഉണ്ടായിരുന്നു, അതിനെല്ലാം റിയു കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു മോൺസ്റ്ററിനെ കാണിക്കും. അത് ഒരു ഹിപ്പോയും പിന്നെ ഏതൊക്കെയോ മോൺസ്റ്ററും കൂടെ കൂടി ചേർന്ന ഒരു സൈസ് ഒരു ജീവിയാണ്. ആ മോൺസ്റ്ററിന്റെ അടുത്തോട്ട് വേറെ കുറെ പക്ഷികളുടെ കൂട്ടുള്ള മോൺസ്റ്റേഴ്സ് അതിൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് നീക്കും. എന്നിട്ട് ആ ഹിപ്പോ മോൺസ്റ്റർ ആ ബേഡ് മോൺസ്റ്റർ ആയിട്ട് ഒരു ഫൈറ്റ് വരും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ഹിപ്പോ മോൺസ്റ്റർ നിഷ്പ്രയാസമായിട്ടാണ് ആ ബേഡ് മോൺസ്റ്റേഴ്സിനെ തോൽപ്പിക്കുന്നത്. അതൊരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സൗണ്ട് അതുണ്ടാക്കുന്നതേ ഉള്ളൂ. ആ ബേഡ് മോൺസ്റ്റർ മുഴുവൻ ചത്ത് താര വീഴുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയും ഏബലും നോക്കി നിൽപ്പുണ്ട്. രാത്രിയാണ് കാണിക്കുന്നത്. രാത്രിയിൽ ഹീറോയും ഏബലും അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നമ്മളെ കാണിക്കുന്നത് രാവിലെ റിയോ അവിടെ നടക്കുന്നതാണ്. അപ്പോൾ ഏബലും ഉണ്ട്. അപ്പോൾ ഈ റിയോ ഒന്ന് ആലോചിക്കും, ആ ഡ്രാഗൻ പറഞ്ഞത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് ഇത്രയും ഭാഗങ്ങൾ കടലാണ്, പക്ഷെ സൗത്തിലേക്ക് കയറുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആണ്, അതൊരു കോണ്ടിനെൻ്റ് ആണെന്ന് ഡ്രാഗൻ പറയുന്നത് റിയോ ഒന്ന് ഓർക്കും. ഒന്നും കൂടെ റിയോ അത് ചിന്തിക്കും.
ഏബിലും റിയോയും കൂടെ കുറച്ച് നടക്കുമ്പോൾ കാണുകയാണ് ഒരു മോൺസ്റ്റർ അവരുടെ മേളിൽ. ഏബലും റിയോയും ഞെട്ടുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇത് എങ്ങനെ ഉണ്ടെന്നും കൂടെ പറയുക. ഇതല്ലാതെ വേറെ വല്ല അനിമി ചെയ്യണമെങ്കിലും കമന്റിൽ പറയാം.